എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായ പാവ് ഭാജിയുടെ റെസിപ്പിയാണ്. അതായത് പാവ് ഭാജിയിലത്തെ ഭാജി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും കേട്ടോ. മാത്രമല്ല വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. പാവ് ഭാജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ, ഒരു 2-3 പൊട്ടറ്റോ ഇങ്ങനെ മുറിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്. പിന്നെ ടൊമാറ്റോ കേട്ടോ. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ ഭാജികൾ വേണമെങ്കിൽ ചേർക്കാം. അതായത് ബീൻസ് വേണമെങ്കിൽ ചേർക്കാം, ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം, അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ഈ പൊട്ടറ്റോയും ടൊമാറ്റോയുമാണ്. ഗ്രീൻ പീസ് ഇപ്പോൾ എന്താ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടുന്ന സമയമായതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. അത് കൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് എടുക്കണമെന്ന് മാത്രം. അത് നിർബന്ധമൊന്നുമില്ല, അത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതിന് ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങൾ ഇതാണ്. അതായത് പൊട്ടറ്റോയും ടൊമാറ്റോയും പിന്നെ ഭാജി ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് ഉള്ളി കേട്ടോ, അതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പൊട്ടറ്റോ മുറിച്ച് വെച്ചതും ഗ്രീൻ പീസും കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് കുറേ ഒന്നും ആ വെള്ളം ആവശ്യമില്ല, കുറച്ച് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 വിസിലടിച്ചാൽ മതി, നന്നായിട്ട് വേവിച്ച് കിട്ടും കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ പൊട്ടറ്റോയും ഗ്രീൻ പീസും വേവിക്കാനായിട്ട് വെച്ചു. ഇത് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഭാജി തയ്യാറാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താം കേട്ടോ. ഞാൻ പൊട്ടറ്റോയും ഗ്രീൻ പീസും വേവിക്കാനായി വെച്ചിട്ടുണ്ട്. അത് 2 വിസിലടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് തന്നെ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇടാം. ബട്ടർ ഇട്ടാൽ എന്താ വെച്ചാൽ നമുക്ക് ഈ പാവ് ഭാജി സെൻറ്ററിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഭാജി കിട്ടും. അതിന് വേണ്ടിയാണ് ബട്ടർ ഇടുന്നത് കേട്ടോ. ബട്ടർ ഉരുകട്ടെ. ആയിരിക്കും നമുക്ക് കണ്ടോ ഇങ്ങനെ പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 2 സവോളയാണ് ഇത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് ഇതാക്കി വെക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഇത് അങ്ങനെ കാണാൻ പാടില്ല, ഭാജിന്ന് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വരട്ടെ. ഉള്ളി ഒന്ന് ഇങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്കൊരു 4 വെളുത്തുള്ളി ഇതാട്ടോ അങ്ങനെ ചതച്ചിട്ടിട്ടുണ്ട്. ഇത് വേണ്ടവർക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതും കൂടി ഇടുമ്പോൾ ഒരു വേറെ മണം വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് 4 അല്ലി മാത്രം, കുറേ ഒന്നും ഇടണ്ട. കുറേ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒപ്പം തന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഭാജിക്ക് ആവശ്യമുള്ള, ഞാൻ പച്ചക്കറി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല, അങ്ങനെ തന്നെ വേവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാം ചേർത്തതിന് ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി ഒന്ന് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. ഈ സമയത്ത് ഉള്ളിയൊക്കെ ആവശ്യത്തിന് വരണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലധികം മസാലയൊന്നും ചേർക്കേണ്ടില്ല, മുളക് പൊടി. ഇനി നമുക്ക് ചേർക്കേണ്ടത് പാവ് ഭാജി മസാലയാണ്. അത് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം, കാരണം ഒരുപാട് മസാലയുടെ കുത്തായ നല്ലതല്ല. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയും ഈ മസാലകളും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇതാക്കിയെടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നു, നന്നായി വരണ്ടു വന്നു. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ തക്കാളിയാണ് ചെറുതായി മുറിച്ചിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിൽ നന്നായി ഇതായി ചേരണം, ഫ്രൈ ആയി ചേരണം കേട്ടോ. ഇത് തക്കാളി അതായത് നല്ല കുഴമ്പ് രൂപത്തിലാവണം, അതുവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം. നന്നായി തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. വേണമെങ്കിൽ ഇതിൽ ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തന്നെ നമുക്ക് പാകമാക്കിയെടുക്കാം. ഇതിലിപ്പോൾ എനിക്ക് വെള്ളം ആവശ്യമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കണില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അത് ശരി, തക്കാളി നന്നായി വെന്ത് വരട്ടെ. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഉടച്ച് ചേർക്കണം നമുക്ക്, അപ്പോഴാണത് നന്നായി മിക്സ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പച്ചക്കറി ഇങ്ങനെയാണ്. ഇതിൽ കുറച്ച് വെള്ളം കൊണ്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് തന്നെ ഉള്ളൂ. ആ വെള്ളം നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഉടച്ച് നല്ല മിക്സാക്കി ചേർക്കണം. തരി പോലെ കാണാൻ പാടുള്ളൂ, അല്ലാണ്ട് ഭാജി ഇങ്ങനെ കിടക്കണം. അറിയാലോ പാവ് ഭാജിയിൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നന്നായി ഉടച്ചെടുക്കണം. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇതൊക്കെ കണ്ടോ, നമ്മൾ ചേർത്തിട്ടുള്ള പൊട്ടറ്റോയും വട്ടണയൊക്കെ നന്നായിട്ട് നമുക്ക് ഉടച്ച് ചേർക്കണം ഇതിൽ. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു സ്മാഷർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിൻ്റെ പിൻഭാഗം കൊണ്ട് ചെയ്താലും മതി. ഇത് നന്നായി ഉടച്ച് ചേർത്ത്
ഒട്ടും കാണാത്ത വിധത്തിൽ ഉടച്ച് പാകാക്കി എടുക്കുക കേട്ടോ. എല്ലാ പച്ചക്കറി പൊട്ടറ്റോയും വട്ടണയൊക്കെ നന്നായി ഉടച്ച് ചേർത്തു കേട്ടോ. ഉടച്ച് ചേർത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. അല്ല ഈ വേവിച്ചതിൽ, അതായത് പച്ചക്കറി വേവിച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഞാൻ വളരെ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. കുറച്ച് ചൂടുവെള്ളം ഇതിൽ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് അധികം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ വെതറി കൊടുക്കുക എന്നോട് കൂടെ. ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമാണ്, അതുകൊണ്ട് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ അവസാനം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാം. എന്തായാലും നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ട് ബട്ടർ ഇട്ടിട്ടാണ്, എന്നാലും കുറച്ച് ബട്ടറും കൂടി ഇട്ട് ഈ ബട്ടർ അതിലേക്ക് നന്നായി ഒരുക്കി ചേർത്ത് ഇത്രയായ നമ്മുടെ പാവ് ഭാജി റെഡിയായിട്ടോ. പാവ് ഭാജിയുടെ മസാല തയ്യാറായി. ഭാജി തയ്യാറായി പാവ് ഭാജിയുടെ. അപ്പോൾ ഇതിൽ ബട്ടർ ഇട്ടതൊക്കെ നന്നായിട്ട് ഉരുകി ചേർന്നു കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് സാധാരണ സെർവ് ചെയ്യുക. ഭാജി ഇതാ ഒരു സൈഡിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വേണ്ടവർക്ക് ഒഴിച്ച് കഴിക്കാൻ ഒരു കഷ്ണം നാരങ്ങ. ചിലരിതിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ നാരങ്ങ കുറച്ച് പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ള ഉള്ളി കേട്ടോ. അതുപോലെ ഇതാ പാവ് ബട്ടറിൽ ഇതാക്കിയിട്ട് വെച്ചിട്ടുള്ളൂ, ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടുള്ള ഈ പാവ് ഭാജി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല രുചിയുള്ളൊരു വിഭവമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഫുള്ളായി കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.